വെൽക്കം ടു ക്യാമ്പസ് വേസ്. നിങ്ങൾക്കൊരു ഓൺലൈൻ MBA ചെയ്യണം, പക്ഷേ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യണം? ചീപ്പായിട്ടുള്ള കോഴ്സ് എടുക്കണോ അതോ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണോ? ഇനിയിപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂളാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്? സോ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് മിക്ക സ്റ്റുഡൻസും ഇപ്പോൾ ഒരു തെറ്റായ ഡിസിഷനാണ് എടുക്കുന്നത്. സത്യത്തിൽ ഒരു ഓൺലൈൻ MBA എടുക്കുന്നത് സാധാ ഒരു ഡിഗ്രി എടുക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കും. ചിലർക്കിപ്പോൾ എബ്രോഡ് പോയി വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലർക്ക് കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ ഇവർക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെയിം ആവില്ല. മിക്ക സ്റ്റുഡൻസും കൺഫ്യൂസ്ഡായ കാര്യങ്ങളൊന്നാണ് ജോബ് ചെയ്തുകൊണ്ട് ഓൺലൈൻ MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഇവിടെ സ്റ്റുഡൻറ്റ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ടൈം ടേബിളാണ്. അതായത് ലൈവ് ക്ലാസ്സസ് മാൻഡറ്ററി ആണോ, വീക്കെൻഡ്സിൽ എക്സാം അവൈലബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണോ എന്നുള്ളത്. ടൈം ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ MBA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ നിങ്ങളൊരു ബിസി ഷെഡ്യൂളുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡലുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. പിന്നെയുള്ളൊരു കൺഫ്യൂഷനാണ്, ഞാൻ MBA കഴിഞ്ഞാൽ ഏത് ജോബ് റോളിലേക്ക് പോകണം എന്നുള്ളത്. HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കരിയർ ഗോൾ ക്ലിയർ അല്ലെങ്കിൽ റോങ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടൊരു സ്മാർട്ട് സ്റ്റുഡൻറ്റ് എപ്പോഴും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏത് ജോബ് റോൾ വേണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. ദെൻ ആ സ്പെഷ്യലൈസേഷൻ സ്ട്രോങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഈ നെക്സ്റ്റ് കൺഫ്യൂഷനാണ്, അഫോർഡബിൾ യൂണിവേഴ്സിറ്റി മതിയോ അതോ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി വേണമെന്നുള്ളത്. ഇത് മിക്ക സ്റ്റുഡൻസും ചോദിച്ചു വരുന്ന കൺഫ്യൂഷനാണ്. പലർക്കും തോന്നും ബ്രാൻഡ് നെയിം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. പക്ഷെ നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടത് ഇൻഡസ്ട്രി റിലവൻറ്റ് കരിക്കുലം ആണോ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആണോ, പ്ലേസ്മെൻറ്റ് റെക്കോർഡ് എങ്ങനെയാണ്. ഉദാഹരണത്തിന് ചില സ്റ്റുഡൻസ് ഇൻഡസ്ട്രി റെലവൻറ്റ് പ്രോഗ്രാമിനായിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഓൺലൈൻ MBA ചെയ്യുന്നുണ്ട്. മറ്റൊരു വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ MBA ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റിയും കാണും. പക്ഷേ നമുക്ക് ഫൈനലായിട്ടൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൽസും നെറ്റ്വർക്കിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമുക്കൊരു ജോബ് കിട്ടുന്നത്. അതുകൊണ്ട് കൂടുതലും ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോഗ്രാംസാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ MBA പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ ഒരു സിംഗിൾ ആൻസർ ഇല്ല. ബിക്കോസ് നിങ്ങളുടെ പല കാര്യങ്ങളും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി, അതുപോലെ സ്കിൽ എക്സ്പോഷർ ആൻഡ് പ്ലേസ്മെൻറ്റ്, ദെൻ നിങ്ങൾക്ക് വേണ്ട കരിയർ ഗോൾ ആൻഡ് സ്പെഷ്യലൈസേഷൻ, നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി. ഈ 4 ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടുമ്പോഴാണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള, അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഏത് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരാം. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ.